ടെക് മീഡിയസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കമ്പ്യൂട്ടർ ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലെ എല്ലാ പേരുകളും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫോൾഡേഴ്സ് ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനുവേണ്ടി ഒരു ഈസി ട്രിക്ക് ഉണ്ട്. സാധാരണയായിട്ട് ഇത് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറും ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതിന് പകരം വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലിസ്റ്റിലുള്ള പേരുകളെല്ലാം ഒരു എക്സൽ ഷീറ്റിലേക്ക് മാറ്റുക. ഞാൻ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് എല്ലാം എക്സലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന ഫോർമുല അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ MS ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ എൻ്റെ ടെലഗ്രാം ID വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഇത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ശേഷം ഇതിൻ്റെ കോപ്പി എടുക്കുക. അതിനുവേണ്ടി ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കുന്നു. അടുത്തതായി ചെയ്യേണ്ടത് എവിടെയാണോ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതെടുത്തിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമാൻഡ് ബോക്സ് ഓപ്പൺ ആവുന്നതായിട്ട് കാണാം. ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കുന്ന എക്സൽ ഡാറ്റ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ പേസ്റ്റ് ആയിക്കോളും. നോക്കി, നമ്മൾ എക്സലിൽ ടൈപ്പ് ചെയ്ത പേരുകൾ വെച്ച് ഓരോ ഫോൾഡറും ഇവിടെ ക്രിയേറ്റ് അയക്കുന്നത് കാണാം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മാസങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഡേറ്റുകൾ വെച്ചിട്ടോ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കമ്പ്യൂട്ടർ ടിപ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്.